ഡയാലിസിസ് യൂണിറ്റുകളുടെ സ്വിച്ച് ഓൺ നടത്തി. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റുകളുടെ സ്വിച്ച് ഓൺ ആണ് നടന്നത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് യൂണിറ്റുകൾ സ്ഥാപിച്ചത്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യാൻ എത്തുന്ന രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ലിസ്റ്റിൽ 40 പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ്. ദിവസവും ആളുകൾ വിളിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ പോയി പണം കൊടുത്ത് ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പാവപ്പെട്ട ഒരു സാധാരണക്കാരുമാണ് ഇതിനായി നിരന്തരം ആശുപത്രിയിലും നമ്മളെല്ലാം ബന്ധപ്പെടുന്നത്. നമ്മൾ ആദ്യം പ്ലാൻ ഫണ്ടിൽ നിന്നും 79 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള സഹായത്തിനുള്ള ഫണ്ടും കൂടെ ചേർത്ത് ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു. മന്ത്രി വന്നത് ഇനാഗുറേറ്റ് ചെയ്തിരുന്നു. പിന്നീട് MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ കൂടി കൊടുത്ത് 7 യൂണിറ്റുള്ള രണ്ടാമത്തെ ഡയാലിസിസ് സംവിധാനമാണ് ഇന്നിപ്പോൾ അതിൻ്റെ നമ്മൾ വളരെ ലളിതമായ ഒരു ചടങ്ങിൽ ഇവിടെ വെച്ച് നിർവഹിച്ചത്. ഇതിന് കൂടാതെ 26 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സിവിൽ വർക്കിന് വേണ്ടിയിട്ടും RO പ്ലാന്റിന് വേണ്ടിയിട്ടും ഒക്കെയായി ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ 7 യൂണിറ്റും കൂടി ഇപ്പം ആരംഭിക്കുക. അപ്പം മൊത്തത്തിൽ 14 യൂണിറ്റ് നമുക്ക് പ്രവർത്തിപ്പിക്കുകയും അത്രയും രോഗികളെ കൂടി ഉൾക്കൊള്ളാനും അവരെ സഹായിക്കാനും കഴിയും. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വിനോദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ഡാനിയൽ, AK പ്രസന്നകുമാർ, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഉഷ, സ്ഥിരം സമിതി അധ്യക്ഷരായ സതീഷ് കുമാർ ഉണ്ണിത്താൻ, തോമസ് V പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.